നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. വഴിത്തിരിവായത് ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച കടയുടമ. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് അക്രമി ചുറ്റിക വാങ്ങാൻ കടയിലേക്ക് എത്തിയതെന്നും കടയുടമ. അതിരപ്പിള്ളിയിൽ പരക്കെ കാട്ടാന ആക്രമണം. ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്തു കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം തകർത്തു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശത്ത് നിന്നും മാറിപ്പോയത് 60 കുടുംബങ്ങൾ. മണ്ണൂർ അമ്പലപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം. വാർത്തകൾ വിശദമായി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വഴിത്തിരിവായത് ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച കടയുടമ. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് അക്രമി ചുറ്റിക വാങ്ങാൻ കടയിലേക്ക് എത്തിയതെന്ന് കടയുടമ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വഴിത്തിരിവായത് ചുറ്റിക. സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തൃശ്ശൂരിൽ നിന്നും. ചുറ്റിക വാങ്ങിയ കട പോലീസ് കണ്ടെത്തി. ചുറ്റിക വാങ്ങിയത് തൃശ്ശൂർ കുറുപ്പും റോഡിലെ കടയിൽ നിന്നും. തുമ്പായത് ചുറ്റികയുടെ പിടിയിൽ പതിച്ചിരുന്ന പച്ച സ്റ്റിക്കറിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കടയിൽ എത്തിയത്. ഈ ചുറ്റിക ഉപയോഗിച്ചാണ് സുനിലിൻ്റെ കാറിൻ്റെ ഗ്ലാസ് തകർത്ത ശേഷം വാളുകൊണ്ട് വെട്ടിയത്. ചുറ്റിക വാങ്ങിയ ആളുടെ ദൃശ്യങ്ങൾ കടയിൽ CCTV ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചു. കടയിൽ ഉള്ളവർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അതേസമയം ചുറ്റിക വാങ്ങിയത് തൻ്റെ കടയിൽ നിന്ന് കടയുടമ സ്ഥിരീകരിച്ചു. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് ആക്രമി ചുറ്റിക വാങ്ങാൻ കടയിലെത്തിയതെന്ന് കടയുടമ സുബ്രഹ്മണ്യൻ പറഞ്ഞു. സംഭവിച്ചത് ആളിപ്പോൾ നോർമലി എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് അവർ വന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. ഒരു 6 മണിയായപ്പോൾ വന്നു. അത് CCTV ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് സമയം മനസ്സിലായത്. ആൾ വന്നു, ചിറ്റ് മേടിച്ചു, ക്യാഷ് തന്നു, നമ്മൾ ബാലൻസ് കൊടുത്ത് വിട്ടു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ സ്റ്റാഫാണ് കൊടുത്തത്. അപ്പോൾ ആൾ ക്യാഷ് തന്നു, ബാക്കി ബാലൻസ് ഞാൻ കൊടുത്തു. ആൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ആരെ കസ്റ്റമർ മുഖത്തിന് ചായയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പോലീസ് ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ CCTV ചെക്ക് ചെയ്തു. ടൈമൊക്കെ നോക്കിയപ്പോഴാണ് 6 മണിക്കാണ് വന്നത്. അപ്പോൾ ആളൊരു മോശമായി ചെറുതായിട്ടുണ്ട്. ചെറുപ്പക്കാരെന്നിട്ട് ഏകദേശം ഒരു 35-40 ഉള്ളിലായിട്ട് വരും. ചുറ്റിക വാങ്ങാനെത്തിയയാൾക്ക് ഏകദേശം 35 വയസ്സോളം പ്രായം തോന്നുമെന്നും കടയുടമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പള്ളിയിൽ പരക്കെ കാട്ടാന ആക്രമണം. ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്തു കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം തകർത്തു. കാട്ടാന ഭീഷണി നേരിടുന്ന ഈ പ്രദേശത്തു നിന്നും 60ഓളം കുടുംബങ്ങളാണ് മാറിപ്പോയത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ TSR ക്വാർട്ടേഴ്സ് നേരെയായിരുന്നു ആക്രമണം. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്ത് കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TRS ക്വാർട്ടേഴ്സ്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ സ്ഥലം മാറിപ്പോയി. കാലടി പ്ലാന്റേഷൻ വെറ്റിലപ്പാറ സെബാസ്റ്റ്യൻ പള്ളിക്ക് നേരെയായിരുന്നു ആക്രമണം. കാലടി പ്ലാന്റേഷനിലെ അതിരപ്പള്ളി എസ്റ്റേറ്റ് TSR ഫാക്ടറിയുടെ പരിസരത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ക്വാർട്ടേഴ്സാണിത്. ഈ ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്ത് കാട്ടാനകളുടെ ഭയങ്കര ഭീഷണിയാണ്. ഈ ഭീഷണീനെ പേടിച്ച് ഇവിടെ 10-60ഓളം വീട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. പലരും വേറെ ക്വാർട്ടേഴ്സ് കിട്ടി അങ്ങോട്ട് മാറി. വേറെ ചിലവർ സ്വന്തം വീടുകളുള്ളവർ അങ്ങോട്ട് മാറി. പിന്നെ കുറേ ആളുകൾ വാടകയ്ക്ക് വീടെടുത്ത് അങ്ങോട്ട് മാറി. ഞാനും ഇവിടെ താഴെ തൊട്ടടുത്ത് വേറൊരു ചേട്ടനും പിന്നെ അപ്പുറത്ത് വേറെ 2 വീട്ടുകാർ, അങ്ങനെ 4 വീട്ടുകാർ മാത്രമാണ് ഇവിടെ സ്ഥിരതാമസമായിട്ടുള്ളൂ. ഞങ്ങൾക്കിവിടെ ആനയുടെ ഭീഷണി കൊണ്ട് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എല്ലാ ലേബർ ലൈൻസുകളും കോർപ്പറേഷൻ പവർ ഫെൻസിങ് ഇട്ട് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഇത്ര വീടുകൾക്ക് മാത്രം യാതൊരു സംരക്ഷണവും ഇല്ല. കുട്ടികളടക്കമുള്ള ആനക്കൂട്ടമാണ് പള്ളി ആക്രമിച്ചത്. ഗ്രിൽ തകർത്ത് അകത്തു കയറിയ കാട്ടാനകൾ പുറകുവശത്തുള്ള മുറികളിൽ പാടെ നാശം വിതച്ചു. മാതാവിൻ്റെ രൂപവും തകർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ അമ്പലപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു.
വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കുത്തനെയുള്ള വലിയ കയറ്റമായതിനാൽ ചരക്ക് ലോറികൾ കയറ്റത്തിൽ വന്ന് നിൽക്കാറുണ്ട്. പലപ്പോഴും JCB എത്തിച്ചാണ് വലിച്ചു കയറ്റാറുള്ളത്. ചില വാഹനങ്ങൾ യന്ത്രത്തകരാർ മൂലം നിലയ്ക്കുന്നതും പതിവാണ്. വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ പൊട്ടി വാഹനങ്ങൾ കയറ്റത്തിൽ നിൽക്കുന്നതും നിത്യസംഭവം. ചരക്ക് വാഹനങ്ങൾ കയറാതെ നിയന്ത്രണം വിട്ട് പിറകോട്ട് പോയി മറിയുന്നതും അപകടം സംഭവിക്കുന്നതും പതിവാണ്. നൂറ്റാണ്ടുകളായുള്ള ഈ കയറ്റം ബന്ധപ്പെട്ടവർ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പലപ്പോഴും റോഡ് നവീകരണ സമയത്ത് ഇതിനുള്ള പരിഹാരം പോലും പൊതുമരാമത്ത് കാണാറില്ല. തിങ്കളാഴ്ച രാത്രിയിൽ ചരക്ക് ലോറി പിറകിലുണ്ടായിരുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞ് വലിയ അപകടമുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഡ്രൈവർമാർ രക്ഷപ്പെട്ടത്. നിരവധി അപകടങ്ങളുണ്ടായിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാജ്യത്ത് ജാതി സെൻസസ് വൈകരുതെന്ന് അഖില കേരള പാണൻ സമാജം. പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും 23-ന് പാലക്കാട്ട് നടക്കുന്ന ജില്ലാ കൺവെൻഷനെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സമാജം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വികസന ഫണ്ടുകൾ അട്ടിമറിക്കുകയും ചെലവഴിക്കപ്പെടാതെ മടക്കുകയും ചെയ്യുന്ന പ്രവണത സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ കാലതാമസമുണ്ടാകരുതെന്നും പാണൻ സമാജം ആവശ്യപ്പെട്ടു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാജം ജില്ലാ കൺവെൻഷൻ ഈ മാസം 23-ന് പാലക്കാട് മോയൻ LP സ്കൂളിൽ നടക്കും. രാവിലെ 9-ന് ആരംഭിക്കുന്ന സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സാംസ്കാരിക സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. കേരള പാണർ സമാജം എന്ന പ്രസ്ഥാനവുമായി വ്യത്യസ്ത പാണൻ സമുദായങ്ങൾ ഒരുമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കേരളത്തിൽ സമൂഹം ഒരു കുടക്കീഴിൽ വരുന്നതിനു മുന്നോടിയായി ജില്ലാ കൺവെൻഷൻ നടത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാട് തന്നെ വിവിധ പേരിൽ സമുദായത്തിന്റെ കൂട്ടായ്മകളുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, അതുപോലെ വിവിധ ജില്ലകളിലും ഈ പറയുന്ന പാണൻ സമുദായ സംഘം, കേരള പാണവ സമാജം തുടങ്ങിയിട്ട് അങ്ങനെ വിവിധ പേരുകളിലുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ അതാത് പ്രാദേശികമായ ചില പരിപാടികളൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളായതുകൊണ്ട് അതിനിപ്പോൾ ഒന്നിച്ച് ഒരു കേരളത്തിൽ ഒട്ടുക്ക് ഒരു സംഘടനയാക്കി കൊണ്ടുവന്ന അതിപ്പോ 10 ജില്ലകളിൽ കമ്മിറ്റിയായി 10 ജില്ലകളിൽ കമ്മിറ്റിയായി ആയിട്ടുണ്ട്. ഇനി അത് എല്ലാ ജില്ലകളിലും 4 ജില്ലകളിൽ കൂടി നമ്മൾ 2 മാസം കൊണ്ട് നമ്മൾ ഈ 2 ജില്ലകളാക്കും. സമാജം സംസ്ഥാന സെക്രട്ടറി TP കനകദാസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് A കൃഷ്ണൻ ചെറുപ്ലശ്ശേരി, ജില്ലാ സെക്രട്ടറി സുകുമാരൻ പുലാപ്പറ്റ, ദണ്ഡപാണി തത്തമംഗലം, ജയലക്ഷ്മി മണ്ണാർക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ക്ലാസ് എടുത്തു. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിലെ NSS യൂണിറ്റിന്റെയും ആന്റി റാഗിംഗ് യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ക്ലാസ് എടുത്തു. കുറെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും കരുതുക. ആ ജംഗ്ഷനിൽ കുറെ സിഗ്നൽ കാണില്ലേ? ഏതൊക്കെ നിറം അവിടെ ഉണ്ടാവും? പച്ച, മഞ്ഞ, ചുവപ്പ്. മഞ്ഞയാണോ? ഓറഞ്ച് ആണോ? ആപ്പിൾ ആണോ? ഞാൻ മഞ്ഞ എന്നും പറയില്ല, ഓറഞ്ച് എന്നും പറയില്ല. മഞ്ഞ എന്ന് പറയുന്നവരോട് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിക്കേ. ആരുമില്ല, പറഞ്ഞവരുമില്ല. ഇപ്പം ഓറഞ്ച് എന്ന് പറഞ്ഞവരെന്ന് കൈപൊക്കിക്കേ. ഒരാളുണ്ട്, 2-3 പേരുണ്ട്. യഥാർത്ഥത്തിൽ ആ നിറത്തിന് പറയുന്ന പേര് ഇത് രണ്ടുമല്ല. നമ്മുടെ സൗകര്യത്തിൽ നമ്മളിതിന് മഞ്ഞ എന്നും ഓറഞ്ച് എന്നും പറയുകയാണ്. ഡോക്ടർ ശ്രീനാഥ്, ഡോക്ടർ രാകേഷ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയതോടെ പ്രചരണ രംഗം സജീവം. തുടർഭരണത്തിൽ പ്രതീക്ഷയർപ്പിച്ച UDFും ഭരണം തിരിച്ചുപിടിക്കാൻ LDFും സീറ്റ് വർദ്ധിപ്പിക്കാൻ NDAയും കച്ചമുറുക്കി രംഗത്തുണ്ട്. 2 തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MN ഗോകുൽദാസ് ഇത്തവണ മത്സര രംഗത്തില്ല. പലരും വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിനും സോഷ്യൽ മീഡിയ പ്രചരണത്തിനുമാണ് മുൻഗണന നൽകുന്നത്.
മങ്കരയിൽ ഭാഗ്യം കൊണ്ട് ഭരണത്തിലെത്തിയ കോൺഗ്രസ് തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞതായും അതുകൊണ്ട് തന്നെ ഇനിയും ഭരണം ലഭിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ അച്യുതൻകുട്ടി പറഞ്ഞു. UDFന്റെ കൺവെൻഷൻ നാളെ രാവിലെ 11 മണിക്കാണ്. പാലക്കാട് MP ബഹുമാനപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠനാണ് കൺവെൻഷന്റെ ഉദ്ഘാടകൻ. ഞങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ വികസന നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 10-ൽ കൂടുതൽ വാർഡുകൾ ഞങ്ങൾ നേടിയെടുക്കും എന്ന പ്രതീക്ഷയുണ്ട്. തീർച്ചയായും മങ്കരയിലെ ജനങ്ങൾ വികസനത്തിനൊപ്പമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷം ഒരു നേട്ടവും വികസനവും നടപ്പാക്കിയിട്ടില്ലെന്ന് CPM പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കുമെന്നും CPM LC സെക്രട്ടറി E ശശി പറഞ്ഞു. തങ്ങളുടെ ഒരംഗത്തിന് പറ്റിയ കയ്യബദ്ധത്തിലാണ് തങ്ങൾക്ക് ഭരണം നഷ്ടമായതെന്നും ശശി പറഞ്ഞു. 7 സീറ്റ് ലഭിച്ച് 1ാം സ്ഥാനത്ത് എത്തിയെങ്കിലും 14 വാർഡിൽ 7 സീറ്റിലും വിജയം നേടാനായെങ്കിൽ ചെറിയ ഒരു മെമ്പറിന് പറ്റിയ ചെറിയൊരു വീഴ്ച കഴിഞ്ഞ തവണ ഞങ്ങളുടെ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അതിനു മുമ്പ് 10 സീറ്റോടുകൂടി ഇടതുപക്ഷം തന്നെയാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഏകദേശം 1000-ലധികം വോട്ട് ഈ പഞ്ചായത്തിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ നിലവിലെ ഒരു സീറ്റിൽ നിന്നും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ശ്രമത്തിലാണ് BJP. പ്രചരണം തുടങ്ങിക്കഴിഞ്ഞെന്നും BJP പ്രസിഡന്റ് NK വാസുദേവൻ പറഞ്ഞു. ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. അതിനുവേണ്ടിയിട്ട് ഈ വാർഡിലുള്ള പഞ്ചായത്തിലുള്ള 15 വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവരെ മത്സരിപ്പിച്ചുകൊണ്ട് ഇത്തവണ പഞ്ചായത്തിലെ ഭരണം പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കുമെന്നാണ്. ഇത്തവണ 3 മുന്നണികളും പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മുൻ LDF പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന S ജിൻസി ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സര രംഗത്തുണ്ട്. UDFിലെ 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MN ഗോകുൽദാസ് ഇത്തവണ മത്സര രംഗത്തില്ല. നിലവിൽ ആകെ 14 വാർഡിൽ കോൺഗ്രസ് 7, CPM 6, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇപ്പോൾ വാർഡ് 15 ആയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇന്ന് ഒട്ടുമിക്ക കാര്യങ്ങളിലും വെറൈറ്റിയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചുമരെഴുത്തിലൂടെ ഒരു വെറൈറ്റി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന ചുടുവാലത്തൂർ 15ാം വാർഡ് NDA സ്ഥാനാർത്ഥി K രേവതി. കുമ്പാര കോളനി കൂടി ആയതിനാൽ ചുമരെഴുത്ത് കുമ്പാര സമുദായ ഭാഷയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മൂഡിലായിരിക്കും. ഇന്ന് ഒട്ടുമിക്ക കാര്യങ്ങളിലും വെറൈറ്റിയാണ് പലരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മൂഡ് ഒരു വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കുന്ന ചുടുവാലത്തൂർ 15ാം വാർഡ് NDA സ്ഥാനാർത്ഥി K രേവതി. വാർഡിലെ പ്രചരണ രംഗം കളറാക്കാനും കൂടുതൽ ഉഷാറാക്കാനും വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. കുമ്പാര സമുദായ ഭാഷയിലാണ് NDA സ്ഥാനാർത്ഥിയുടെ ചുമരെഴുത്തുകൾ. എന്നാൽ ഇങ്ങനെ എഴുതാനും ഒരു കാരണമുണ്ട്. ഈ വാർഡിൽ 50ഓളം കുമ്പാര സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ചുമരെഴുത്ത് ഭാഷയെക്കുറിച്ച് നാട്ടുകാരനും മൺപാത്ര തൊഴിലാളിയുമായ രാജൻ പറയുന്നത് ഇങ്ങനെ. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സെന്ന് പറഞ്ഞാൽ തുടർച്ചയായി കാവല, തുടർച്ചയായിട്ട് വേണം ഈ ഭരണം, തുടർച്ചയായി കാവല, നമ്മുടെ വാർഡിലത്തെ തുടർച്ചയായി കാവല. ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ കുഴത്തൊഴിലിൻ്റെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമേ അത് വായിക്കാനും പറ്റുള്ളൂ. ഇനി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ഥാനാർത്ഥി K രേവതിക്ക് ഭാഷ കൈകാര്യം ചെയ്യാനുമൊന്നും അറിയില്ല, പഠിച്ചു വരുന്നതേയുള്ളൂ. എന്നാൽ തന്നോടുള്ള സ്നേഹം കൊണ്ട് നിവാസികൾ എഴുതിയതല്ലേ എന്ന് സ്ഥാനാർത്ഥിയും ലിപിയില്ലാത്ത ഭാഷയാണ് അവരുടേതെന്നും K രേവതി STVയോട് പറഞ്ഞു. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൺപാത്ര തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവർക്ക് അവരുടെ ഭാഷയുടെ രീതിയിൽ അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലിപിയില്ലാത്തൊരു ഭാഷയാണ് അവരുടെ. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത് ഇവിടെ. ആദ്യമായാണ് താൻ മത്സരരംഗത്തിറങ്ങുന്നത്. വാർഡിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് K രേവതി പറയുന്നു. വോട്ടഭ്യർത്ഥന ഇതിനകം 1 റൗണ്ട് പൂർത്തിയാക്കിയെന്നും NDA സ്ഥാനാർത്ഥി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കുരുടി മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമാകും. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ സഹധർമ്മിണി
ശോഭന രവീന്ദ്രനാണ് യജ്ഞാചാരിയെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പനമണ്ണ കൂരുടി മഹാശിവക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹ യജ്ഞം. നവംബർ 30 വരെ യജ്ഞം നീണ്ടു നിൽക്കും. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ സഹധർമ്മിണി ശോഭന രവീന്ദ്രനാണ് യജ്ഞാചാരിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂതിരി രാജാവ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ KC രാജേഷ് രാജ, PC ഗിരിധർ രാജ, കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി ഡോക്ടർ KG രവീന്ദ്രൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാവും. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ ചേർന്ന് ദീപം തെളിയിക്കും. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നമ്മുടെ കേരളത്തിന്റെ അഭിമാനവും പ്രശസ്തമായിട്ടുള്ള രവീന്ദ്രൻ മാഷയുടെ സഹധർമ്മിണി ശോഭന രവീന്ദ്രനാഥാണ് ഇത്തവണ ഭാഗവത സപ്താഹത്തിന്റെ ആചാര്യയായിട്ട് വന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ അത് നടത്തണം എന്നുള്ള ഉദ്ദേശമാണ്. എല്ലാ വർഷവും വളരെ അതിഗംഭീരമായിട്ട് തന്നെയാണ് പരിപാടികൾ നടത്തുക. വരുന്നവർക്കെല്ലാം അന്നദാനം ഉണ്ടാകും, പ്രത്യേക പൂജകൾ. ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വർദ്ധിച്ചുകൊണ്ടേ വരുന്ന കാലം തന്നെയാണിത്. കാരണം വർഷങ്ങളായിട്ട് തീരെ വളരെ ജീർണിച്ച് കിടന്നിരുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. ഈ കമ്മിറ്റി ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു 11ാമത്തെ വർഷമാണിത്. അതിനോടൊപ്പം തന്നെ ഈ ജീർണോദ്ധാരണത്തോടൊപ്പം തന്നെ ഇതേപോലുള്ള ആധ്യാത്മിക പരിപാടികൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനത്തിൽ ജീർണോദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരി സതീഷ് കുമാർ, പ്രസിഡന്റ് ചന്ദ്രൻ കൂരിടിയിൽ, ജോയിന്റ് ട്രഷറർ CR അനിൽകുമാർ, കമ്മിറ്റി അംഗം P രവീന്ദ്രൻ, P മോഹനൻ, K അഖിൽ, VS സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും പാലക്കാട് ജില്ലാ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. മങ്കര പോലീസ് SI അനോജ് ജോയ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ പരിപാടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പത്രിപ്പാല സ്കൂളിലത്തെ NSSഉം ബാക്കി നമ്മുടെ മെഡിക്കൽ ടീമും എല്ലാവരും ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്. രക്തദാനം എന്ന് പറയുന്നത് വലിയൊരു ഒരു ദാനം തന്നെയാണ്. മാത്രമല്ല എനിക്കും ഈ രക്തം ദാനം ചെയ്യുന്നതിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ മാസം ഒക്ടോബർ 21 ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR കൽപ്പകം, സ്റ്റാഫ് സെക്രട്ടറി രതീഷ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ അനില സ്വാഗതവും വോളണ്ടിയർ ലീഡർ അമിത K നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. വഴിത്തിരിവായത് ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച കടയുടമ. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് അക്രമി ചുറ്റിക വാങ്ങാൻ കടയിലേക്ക് എത്തിയതെന്നും കടയുടമ. അതിരപ്പിള്ളിയിൽ പരക്കെ കാട്ടാന ആക്രമണം. ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്തു കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം തകർത്തു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശത്ത് നിന്നും മാറിപ്പോയത് 60 കുടുംബങ്ങൾ. മണ്ണൂർ അമ്പലപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.